കെ.ടി. ജയകൃഷ്ണൻ മാസ്റ്ററുടെ ധീരബലിദാനത്തിന് ഇന്ന് 25 വയസ്സ്. CPM-ന്റെ കൊലപാതക രാഷ്ട്രീയത്തിൻ്റെ ഏറ്റവും ക്രൂരമായ മുഖമായിരുന്നു യുവമോർച്ച സംസ്ഥാന ഉപാധ്യക്ഷനായിരുന്ന കെ.ടി. ജയകൃഷ്ണൻ മാസ്റ്ററുടെ കൊലപാതകം. കെ.ടി. ജയകൃഷ്ണൻ മാസ്റ്ററുടെ ബലിദാനദിന പരിപാടി കഴിഞ്ഞ് മടങ്ങുമ്പോൾ 2013 മറ്റൊരു BJP പ്രവർത്തകനായ വിനോദിനെയും CPM-കാർ കൊലപ്പെടുത്തിയിരുന്നു. സംഘപരിവാർ പ്രസ്ഥാനങ്ങളുടെ പ്രിയപ്പെട്ട നേതാവായിരുന്ന കെ.ടി. ജയകൃഷ്ണൻ മാസ്റ്ററുടെ ധീരബലിദാന ദിനമാണിന്ന്. പിഞ്ചു കുഞ്ഞുങ്ങളുടെ മുന്നിലിട്ടാണ് അവരുടെ പ്രിയപ്പെട്ട അധ്യാപകനെ CPM അക്രമി സംഘം വെട്ടിക്കൊലപ്പെടുത്തിയത്. ആ ക്രൂരകൃത്യം നേരിട്ട് കണ്ട ഭൂരിഭാഗം പേരും പതിറ്റാണ്ടുകൾ കഴിഞ്ഞിട്ടും ആഘാതത്തിൽ നിന്ന് മുക്തി നേടിയിട്ടില്ല. അന്ന് കൊലപാതകം നേരിട്ട് കണ്ട പാനൂർ സ്വദേശിനി ഷെസിന കഴിഞ്ഞ വർഷം ആത്മഹത്യ ചെയ്തിരുന്നു. പ്രിയപ്പെട്ട അധ്യാപകന്റെ കൊലപാതകത്തിന്റെ ഞെട്ടലിൽ നിന്ന് ഷെസിന മുക്തിയായിരുന്നില്ല. കൊല്ലപ്പെടുമ്പോൾ യുവമോർച്ചയുടെ സംസ്ഥാന ഉപാധ്യക്ഷനായിരുന്നു കെ.ടി. ജയകൃഷ്ണൻ മാസ്റ്റർ. കൊലപാതകത്തെ അപൂർവങ്ങളിൽ അപൂർവമെന്നാണ് കോടതി പോലും വിശേഷിപ്പിച്ചത്. കൊലപാതക കേസിലെ പ്രതികളെ സുപ്രീം കോടതി വെറുതെ വിട്ടെങ്കിലും യഥാർത്ഥ പ്രതികൾ ആരൊക്കെയായിരുന്നുവെന്ന് T.P. ചന്ദ്രശേഖരൻ വധക്കേസിൽ അറസ്റ്റിലായ പ്രതികൾ വെളിപ്പെടുത്തിയിരുന്നു. ഇതേ ഡിസംബർ 1 ജയകൃഷ്ണൻ മാസ്റ്ററുടെ ബലിദാന ദിന പരിപാടി കഴിഞ്ഞു മടങ്ങിയ BJP പ്രവർത്തകനായ പയ്യന്നൂരിലെ വിനോദ് കുമാറിനെയും CPM-കാർ കൊലപ്പെടുത്തിയിരുന്നു. പാനൂർ മൊകേരി ഈസ്റ്റ് AUP സ്കൂൾ അധ്യാപകനായിരുന്ന ജയകൃഷ്ണൻ മാസ്റ്ററെ 1999 ഡിസംബർ മാസം 1 രാവിലെ 10:40 സ്കൂളിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കെയാണ് CPM അക്രമി സംഘം ക്ലാസ് മുറിയിലിട്ട് വെട്ടിക്കൊലപ്പെടുത്തിയത്. ജനം, കണ്ണൂർ.